മിൽമ നിലപാട് വളരെ മുമ്പ് തന്നെ തീരുമാനിച്ചതാണ്. ഞങ്ങൾ ബോർഡിൽ ചർച്ച ചെയ്തു. പാൽവില വർധനവിന് സർക്കാരുമായി ഒരു ആശയവിനിമയം നടത്താൻ ചെയർമാനെയും MDയും അധികാരപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബഹുമാനപ്പെട്ട ക്ഷീരവികസന വകുപ്പ് മന്ത്രിയായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പുകളൊക്കെ വന്നതിന് ശേഷം നമുക്ക് ആ തീരുമാനം എടുക്കാം എന്നുള്ള നിലയിൽ നമ്മളിപ്പോൾ ത്രിതല പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് പാൽവില വർധനവിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുമെന്ന് നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ഒന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ സർക്കാരിന് നമ്മൾ പറഞ്ഞ പാൽവില വർധനവ് ഞങ്ങൾ വരുത്താൻ പോകുന്നതും അത് എത്രയാണ് കർഷകർക്കും മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന അപ്പോർഷനിങ് ആ ഡീറ്റെയിൽസ് കൊടുത്തു. അതിൻ്റെ ഒരു അഭിപ്രായം കൂടെ ചെയ്തുകൊണ്ട് നമ്മൾ വളരെ വൈകാതെ സർക്കാരിൻ്റെ അനുഭാവപൂർവമായ തീരുമാനത്തിന് വിധേയമായി നമ്മൾ മിൽമ പാൽവില വർധനവ് ഉചിതമായ സമയത്ത് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങളുടെ ആഗ്രഹം മിക്കവാറും 4-ാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത് എന്ന ഒരു ചിന്തയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. സർക്കാരുമായിട്ട് ആശയവിനിമയം നടത്തും. അത് ഇപ്പോൾ നേരത്തെ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ച പോലെ നമുക്ക് ഹൈക്കോടതിയുടെ ഉത്തരവ് മിൽമയ്ക്ക് സ്വതന്ത്രമായി പാൽവില നിശ്ചയിക്കാൻ ഉള്ള അധികാരം തന്നിട്ടുണ്ടെങ്കിലും ആ ഹൈക്കോടതി ഉത്തരവ് വന്നതിന് ശേഷം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഭരണസമിതി ചെയ്തിട്ടുള്ളത് സർക്കാരുമായിട്ട് അഭിപ്രായങ്ങൾ ആരാഞ്ഞ് ഒരു സമവായത്തിലൂടെയാണ് പോയിട്ടുള്ളത്. നമ്മളും അതുതന്നെയാണ് സ്വീകരിക്കുന്നത്. സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിലൂടെ ഹൈക്കോടതിയുടെ വിധി ഉണ്ടെന്നുള്ള അധികാരത്തിൽ സ്വതന്ത്രമായിട്ട് അങ്ങനെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ മിൽമ തയ്യാറല്ല. കാരണം സർക്കാർ നമുക്ക് മിൽമയും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ് കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത നമ്മളുടെ റിക്വസ്റ്റിൽ അനുഭാവപൂർവ്വമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ റെഡിയാണ്. നമ്മൾ പാൽവിലയായിട്ട് തീരുമാനം വർധനവ് മുന്നോട്ട് പോകാൻ പറയുകയാണെങ്കിൽ ഞങ്ങളൊരു ബോഡി യോഗം വിളിച്ചു ചേർത്ത് വളരെ പെട്ടെന്ന് തന്നെ വിളിച്ച് നമ്മൾ നടപ്പിലാക്കുന്നതിന് നമ്മൾ തയ്യാറാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ മുമ്പിൽ കാണുന്നൊരു വസ്തുത കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പാൽവില വർധനവുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മിൽമയോ മിൽമയുടെ യൂണിയനുകളോ പാൽവില വർദ്ധിപ്പിക്കണമെന്ന ചില ആവശ്യങ്ങൾ വരുന്നതിന് അതിനൊരു ന്യായമുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന പാലിൻ്റെ വില കർണാടകയിൽ നിന്നാണെങ്കിലും ആന്ധ്രയിൽ നിന്നാണെങ്കിലും മഹാരാഷ്ട്രയിൽ നിന്ന് മേടിക്കുന്ന വില അല്പം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പാല് മേടിച്ചു വന്ന് ഇവിടെ വിൽക്കുമ്പോൾ ഒരു 6 ലക്ഷം ലിറ്ററോളം പാൽ ഒരു ദിവസം നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അങ്ങനെ വിൽക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത്ര ലാഭം യൂണിയനുകൾ ഉണ്ടാകുന്നില്ല. ലാഭത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സ്ഥിതി മുന്നോട്ട് പോവുകയാണെങ്കിൽ യൂണിയന് നഷ്ടത്തിൽ പോകാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാൽവില വർധനവ് അനിവാര്യമാണെന്ന് നമുക്ക് പറയാം. മറ്റൊന്ന്, നമ്മൾ ഇങ്ങനെ മേടിച്ചു വരുന്ന പാലിനുണ്ടാകുന്ന ലാഭവും കൂടെ കൂട്ടിയിട്ടാണ് കർഷകരെ നമ്മൾ വലിയ തോതിൽ സഹായിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം നിങ്ങൾ നോക്കിയാൽ 254 കോടി രൂപ 79 ലക്ഷം രൂപയാണ് കർഷകർക്ക് നമ്മുടെ ലാഭത്തിൽ നിന്നും അധിക പാൽവിലയും കാലിത്തീറ്റ സബ്സിഡിയും മറ്റ് ആനുകൂല്യങ്ങളായി കൊടുത്തത്. അത് മിൽമയ്ക്കുണ്ടായ ലാഭത്തിൻ്റെ 92% കർഷകർക്കാണ് കൊടുത്തത്. അങ്ങനെ കൊടുക്കുന്ന ഒരു സ്ഥാപനം മിൽമയല്ലാതെ ലോകത്ത് വേറൊരു സ്ഥാപനമുള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ അത്രയധികം കർഷകർക്കാണ് കൊടുക്കുന്നത്. അവിടെ ചില സംഘടനകളൊക്കെ ഇങ്ങനെ വ്യാപകമായി പ്രചരണം നടത്തുന്നത് മിൽമ കർഷകരെ വഞ്ചിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായ പ്രചരണം നടത്തുന്നുണ്ട്. ഇതിനകത്ത് എന്ത് വഞ്ചനയാണ് ഉള്ളത്? നമ്മൾ കിട്ടുന്ന ലാഭത്തിൻ്റെ മൃഗീയ ഭാഗവും കർഷകർക്ക് തന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ ഇതിനകത്ത് വഞ്ചനയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ വെറുതെ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ മറ്റു പല ദുരുദ്ദേശപരമായിട്ടുള്ള ആവശ്യങ്ങൾ കൊണ്ട് മിൽമയെ അപകീർത്തിപ്പെടുത്താനായിട്ട് ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് വകവെച്ച് കൊടുക്കാനോ അംഗീകരിച്ചു കൊടുക്കാനോ മിൽമയ്ക്ക് കഴിയില്ല. അത് അംഗീകരിക്കില്ല. ന്യായമായ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കർഷകരുടെ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്ത് അവരെ സംരക്ഷിക്കാൻ മിൽമ ബാധ്യസ്ഥരാണ്. അതിനകത്ത് വേറെ ആരുടെയും നിർബന്ധ ബുദ്ധി വേണമെന്നില്ല. നമുക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമുണ്ട്. വാദത്തിന് പോലും നമ്മൾ കർഷകരെ തരുന്നതിന് അമിതമായ ലാഭം മിൽമയ്ക്ക് എടുക്കുകയാണെങ്കിൽ അതൊക്കെ കർഷകർക്കല്ലേ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം എന്താ? നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്രയധികം സഹായങ്ങൾ കർഷകർക്ക് ചെയ്തതുകൊണ്ടാണ് ഒരുപക്ഷെ ഒരു പതിറ്റാണ്ടിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ പാലിൻ്റെ സംഭരണത്തിൽ 13% വർധനവാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്കുണ്ടായിട്ടുള്ളത്. 12.89%.
കൃത്യമായിട്ട് 12.89% വർധനവ്. അപ്പോൾ ഇങ്ങനെ ഘോരഘോരം പ്രസംഗിച്ച് നടക്കുന്ന ചില കർഷക സംഘടനകളുണ്ട്. ഇവിടെ കർഷകർ കൊഴിഞ്ഞു പോകുന്നു, കർഷകരെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ മിൽമയ്ക്ക് എങ്ങനെയാണ് ഈ 13% വർധനവുണ്ടായത്? മിൽമയ്ക്ക് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മേഖലയല്ല, 3 യൂണിയനും ഇതിൻ്റെ വർധനവ് ആനുപാതികമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കർഷകർക്ക് നമ്മൾ കിട്ടുന്ന ലാഭത്തിൻ്റെ മൃഗീയ ഭാഗവും കൊടുത്ത് കർഷകരെ സഹായിക്കുന്ന അധിക പാൽ വിലയായിട്ടും കാലിത്തീറ്റ വിലയായിട്ടൊക്കെ കൊടുത്ത് സഹായിക്കുമ്പോൾ വേറെ ആരുടെയും തന്നെ ഉപദേശമോ നിർദ്ദേശമോ സമ്മർദ്ദമോ ഇല്ലാതെ തന്നെ കർഷകർ ഈ മേഖലയിൽ നിലനിൽക്കുന്നതിൻ്റെ തെളിവാണ് 13% സംഭരണ വർധനവ്. കഴിഞ്ഞ 10 കൊല്ലത്തെ കണക്കെടുത്താൽ ഇത്തരം വർധനവ് ഉണ്ടായിട്ടില്ല. ദേശീയ തലത്തിലെടുത്ത് നോക്കിയാൽ നമ്മുടെ പാലിൻ്റെ സംഭരണ വർധന, ഈ ലൈഫ് സ്റ്റോക്കിൻ്റെ വർധനവ് പറഞ്ഞാൽ 6%. അവിടെയാണ് നമ്മൾ 13% വർധനവ്. അപ്പോൾ കർഷകർ തൃപ്തരായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നെന്നുള്ളതിൽ തർക്കമില്ല. ചിലർക്ക് ചില പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടാവാം, അതിന് നമുക്ക് വശംവദരാവാൻ നമുക്ക് കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ മിൽമ സംഭരിക്കുന്ന പാലെന്ന് പറഞ്ഞാൽ 13 ലക്ഷം ലിറ്ററാണ് പാല് സംഭരിക്കുന്നത്. സംസ്ഥാനത്ത് നമ്മൾ ഔദ്യോഗിക കണക്കുകൾ ഡിപ്പാർട്ട്മെൻറ്റായാലും പ്ലാനിംഗ് ബോർഡിലെയും പറയുന്നത് 70 ലക്ഷം ലിറ്റർ പാല് ഒരു ദിവസം സംഭരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 13 ലക്ഷം പാല് സംഭരിക്കുന്ന മിൽമയുടെ വില കൂട്ടാൻ ഈ എക്സ്റ്റേണലായിട്ടുള്ള ഇവർക്ക് എന്താ അത്ര വലിയൊരു നിർബന്ധം? അപ്പോൾ അതൊക്കെ ദുരുപദേശപരമാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ 13 ലക്ഷത്തിൻ്റെ വില കൂട്ടിയിട്ടില്ലെങ്കിൽ ബാക്കി 57 ലക്ഷം ലിറ്റർ പാല് വെളിയിൽ വിൽക്കുന്നവർ 1 ലിറ്റർ പാലിന് 60 രൂപയും 70 രൂപയ്ക്കും വിൽക്കുന്നു എന്നൊക്കെയാണല്ലോ മാധ്യമങ്ങളുടെ വാർത്ത വരുന്നത്. അപ്പോൾ പിന്നെ ആ പാല് വിൽക്കുന്നതിന് അവർക്ക് തടസ്സമില്ല. മിൽമ വിൽക്കുന്ന 13 ലക്ഷം പാല് വിറ്റാൽ അതിൻ്റെ വില കൂട്ടിയാലേ നടക്കുകയുള്ളൂ എന്ന് ചിലർ പറയുന്നതിൻ്റെ കാര്യം എന്താ? ലോജിക്കില്ല. കാരണം അങ്ങനെ നമ്മൾ വില കൂട്ടാത്തതുകൊണ്ട് കർഷകരുടെ പാല് സംഭരണത്തിൽ മിൽമയ്ക്ക് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ തിരിച്ചടിയാണെന്ന് പറയാം. നമുക്ക് 13% വർധനവ് സംഭരണത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും പാൽവില കൂട്ടണം എന്നുള്ള കാര്യം ഞാൻ ആദ്യം വിശദീകരിച്ച് അവിടെ തന്നെയാണ് നിൽക്കുന്നത്. മിൽമയുടെ ഭരണസമിതി പാൽവില കൂട്ടാനായിട്ടുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. സർക്കാരുമായിട്ട് ആശയവിനിമയം ചെയ്തിട്ടുണ്ട്. സർക്കാരിൻ്റെ ഒരു അഭിപ്രായം കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉചിതമായ സമയത്ത് നമ്മൾ പാൽവില വർധനവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ മറ്റൊരു കാര്യം, ശാശ്വതമായിട്ട് നമുക്ക് പാൽവില കൂട്ടുക എന്നുള്ളത് കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശാശ്വത പരിഹാരമല്ല. ഇത് ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലർ സംസാരിക്കുന്നതായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു, പലരും പറയുന്നത് പോലെ. യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ കർഷകരുടെ ഉൽപ്പാദന ചെലവാണ് അവർക്ക് പ്രതിസന്ധി. ആ ഉൽപ്പാദന ചെലവ് കുറച്ചുകൊണ്ട് കർഷകരെ സംരക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിനുള്ള പരിപാടിയാണ് നമ്മൾ മിൽമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴറിയാലോ, കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് എല്ലാ മാസവും തുടർച്ചയായിട്ട് കാലിത്തീറ്റ സബ്സിഡി കൊടുക്കുക. ഇപ്പം 300 രൂപ ഒരു ചാക്കിന് സബ്സിഡി കാലിത്തീറ്റ മിൽമ കൊടുക്കുന്നുണ്ട്. അതിനർത്ഥം 1 കിലോ കാലിത്തീറ്റയ്ക്ക് 6 രൂപ കുറവാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഫീഡ്സ്, സൈലേജ് ആയാലും ചോളത്തണ്ടായാലും പുല്ലിനായാലും സബ്സിഡി റേറ്റിലാണ് കൊടുക്കുന്നത്. കാലിത്തീറ്റയായാലും ഓൾട്ടർനേറ്റീവ് ഫീഡ്സ് ആയാലും 2019 എന്താണോ വില അതിനേക്കാളും വില കുറച്ചാണ് മിൽമയുടെ കർഷകർക്ക് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ കാലിത്തീറ്റയുടെ വില ഗണ്യമായി വർദ്ധിച്ചു എന്ന് മറുപടി കൂട്ടുന്നത് മിൽമയെ സംബന്ധിച്ച് ബാധകമല്ല.